വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. പ്രിയമുള്ളവർ, ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ്. ഭയങ്കര വിറ്റാമിനുള്ള വീഡിയോ ആണ്. അപ്പോൾ വിറ്റാമിൻ എന്താണെന്ന് വെച്ചാൽ മുരിങ്ങാക്കോല. ഇഷ്ടംമാതിരി മുരിങ്ങാക്കോലുണ്ട്. അപ്പോൾ നമ്മളെ ആവശ്യത്തിന് ആ സമയത്ത് കിട്ടൂല. അപ്പോൾ ഇത് നമ്മളെ മരങ്ങൾ ഇഷ്ടംമാതിരി മരണ്ടിരിക്കും. അപ്പോൾ അതിൽ ഈ കായ് പറിച്ച് ഞാൻ ഇതേമാതിരി കണ്ടെയ്നറിലാക്കിയിട്ട് ഇങ്ങനെ പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കും. നമുക്ക് ആവശ്യമാകുമ്പോൾ കണ്ട ചീവി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമാകുമ്പോൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് ഇങ്ങനെ എടുക്കുക, നമ്മളെ കറിയിലിട്ടിട്ട് ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് ഇടാം. ബാക്കി അങ്ങനെ വെച്ചാൽ എത്ര കാലമായാലും നാശമാണില്ല. ഞാൻ കുറേ കാലമായിട്ട് അപ്പം നമ്മളെന്താ ഈ തോലൊക്കെ കളഞ്ഞ് ഇങ്ങനെ കറക്റ്റായിട്ട് മുറിച്ച്, ഇത് ഭയങ്കര സാധനമാണ്. ഇത് എന്തൊരു ഫേമസ് ഉള്ള സാധനമാണ്. നാട്ടിലൊക്കെ ഭയങ്കര വിലയല്ലേ. ഇവിടെ 12 റിയാൽ വില ഉണ്ട്. ഞാൻ കൊണ്ടു കൊടുക്കുമ്പോൾ 5 റുപ്യ ഇല്ല, 12 റുപ്യ 15 ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ഇട്ടുക, ഇങ്ങോട്ട് എന്താ അല്ലേ ഇങ്ങനെ മുറിച്ചിട്ട് ഇളയ സാധനം നല്ല ഇതുണ്ടാവും. അപ്പം നമ്മൾ സാമ്പാറിലൊക്കെ ഇടുമ്പോൾ സാമ്പാർ പകുതി മുക്കാലാവുമ്പോഴേ ഇടുള്ളൂ കേട്ടോ. ആലത്തുള്ളി ഇടൂല, ആദ്യം തന്നെ ഇടൂല. അപ്പോൾ പാകത്തിന് കടിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ കടിച്ച് നല്ല ടേസ്റ്റാണ്, നല്ല ശക്തിയാണിത്. മുരിങ്ങൻ്റെ ഇല, തൂല്, ഇതൊക്കെ നല്ല സാധനമാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഇതേമാതിരി പാത്രത്തിലാക്കിയിട്ട് ഇതിൻ്റെ ഫ്രീസറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കും. അപ്പോൾ നമുക്ക് ആവശ്യമാകുമ്പോൾ അങ്ങനെ എടുക്കുക, ഒന്ന് വെള്ളത്തിലാക്കുക. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഇത് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മളെ പദ്ധതി. അപ്പോൾ ഇന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിച്ചോളൂ. ഇഷ്ടം മരുന്നുണ്ടെങ്കിൽ മരങ്ങൾ ഫുള്ള് വേണമെങ്കിൽ കാണിത്തരാം. അങ്ങനെയുണ്ട് 10-40 മരങ്ങളുണ്ട്. അപ്പോൾ ഇതിന്മേൽ നല്ലോണം കായ്ക്കൂട്ടോ. ഈ കായ് കൊണ്ടേ കൊടുത്ത കടക്കാർക്ക് ഒരു കളിയാക്കല. തോന കണ്ട പോലെ ഒരു വില കുറക്കും. അതേ പകുതിൻ്റെ പകുതിയെ തരുള്ളൂ. പകുതി ഓർക്ക് ഫുഡടിച്ചാനും ചായ അടിച്ചാനും അവളെടുക്കും. എന്നാലോ നമുക്ക് മര്യാദക്ക് തന്നൂടെ. ഇത്രയും കഷ്ടപ്പെട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് പൊട്ടിച്ചാടും ചിലപ്പോൾ. എത്ര വട്ടം പൊട്ടിച്ചാടി. അപ്പം എൻ്റെ പരിപാടി ഇതേമാതിരി നിങ്ങൾക്ക് സാധനങ്ങൾ ഉണ്ടെങ്കിൽ തിന്നണോലും ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഇതേമാതിരി ഒരു പാത്രത്തിൽ, പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളാണ് ഇത്, ഫുള്ളാക്കി ഇങ്ങനെ വെക്കാം. നമുക്ക് ഇഷ്ടംമാതിരി എടുത്തേക്കാം. എത്ര ദിവസമായാലും ഒന്നുമല്ല, ഫ്രീസറിൽ വെക്കണം കേട്ടോ. തല്ലാജല്ല, ഫ്രീസർ. അപ്പോൾ നമ്മളിങ്ങനെ തോലൊക്കെ കളഞ്ഞിങ്ങനെ കറക്റ്റായിട്ട് എടുത്ത് വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് 10 കായ് 10 പീസ് 15 പീസൊക്കെ എടുത്തിട്ട് കറിയിലിട്ടിട്ട് ഇങ്ങനെ ഇത് ഇടണം. ഇങ്ങനെ കടിച്ചണിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ട് വരും. നല്ല രസമാണ്. ഇങ്ങനെ വരും. അപ്പോൾ ഇതൊക്കെ പോലെ അതിൻ്റെ ഉള്ളിൽ കൊള്ളുമെന്ന് എനിക്കറിയില്ല കേട്ടോ. വലിയ പാത്രം തന്നെയാണ്, കണ്ടില്ല, അത്രയും വലിയ പാത്രം. അപ്പോൾ ചിലപ്പോൾ വേറെ പാത്രം ഉണ്ടാക്കേണ്ടി വരും. ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ കീസിൽ കെട്ടലാട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ കീസിൽ. പക്ഷെ അതിലേറെ നല്ലത് ഇങ്ങനത്തെ പാത്രമാണ്, നല്ല അടച്ചുറപ്പുള്ള പാത്രമാണ്. കറക്റ്റാണ്. മൂടിയ വെച്ചാൽ ഉള്ളിലേക്ക് പിന്നെ ആരും പോവില്ല, കാറ്റൊന്നും പോവില്ല. അപ്പം നല്ല സൂപ്പറായിട്ട് അവിടെ കടന്നോളും. വെള്ളത്തിലിട്ട പുതിയ 6 മാസമായാലും ഞാൻ നോക്കിയിട്ടുണ്ട്. കൊല്ലത്തേക്ക് ഞാൻ എത്തിയില്ല കേട്ടോ. അപ്പോൾ എന്നും കായ് ഉണ്ടാവും. കായ് ഇഷ്ടംമാതിരി പറിക്കാനാണ്, ഇഷ്ടംമാതിരി പറിക്കാനാണ്. നിങ്ങൾ നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീപ്പ് ഉള്ളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. പൊട്ടത്തരാന്ന് വിചാരിക്കണ്ട. മുരിങ്ങ ചപ്പുണ്ട്, മുരിങ്ങൻ്റെ ഇല ഉണ്ട്, എല്ലാവർക്കും. ഇവിടെ ഇപ്പോൾ ഈ ലൈനിൽ ഇവിടുന്ന് അങ്ങോട്ട് 1 2 3 4 5 5 ഇവിടുന്ന് അങ്ങോട്ടുണ്ട്. ബോല്യം വരണം. ഇതാ റൈറ്റ്. അതൊക്കെ ചെറിയ കായ് ഉണ്ടാകണുണ്ടോ, പറിക്കാൻ പാടില്ല, ഞങ്ങൾക്ക് കാട്ടി തരും കേട്ടോ. പിഞ്ചി ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഷെയറാക്കുക. എന്താ പറയുക, ഈ സാധനം നല്ലതാണ്. ഇതേമാതിരി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടൊക്കെ. അതുകൊണ്ട് ഇപ്പോൾ പാത്രം ഫുള്ളായി, കുറച്ചും കൂടി ഇട്ടാൽ മതി. ഇത്രയും സാധനം ഇനി വെട്ടാണ്ട് പറിക്കാൻ പാറുണ്ട്. അപ്പോൾ ഞാനൊരു കുറച്ചുള്ളൂ. കിലോനൊന്നും എനിക്കറിയില്ല, 5-6 കിലോ ഉണ്ടാവും. ഒരു കിലോന് 5 റുപ്യ തരുള്ളൂ. ഓല് വിൽക്കണത് 12 15-നൊക്കെയാണ്. അത് കൊണ്ടുവരുമ്പോൾ ഒരു 9 ആക്കല. അപ്പോൾ എന്താ, നമ്മൾ ഇതേമാതിരി എടുത്ത് വെച്ചാൽ ഇത് ചോദിക്കണവർക്ക് കൊടുക്കും ചെയ്യാം. നമുക്ക് ആരെങ്കിലും ഒരു ദിവസം മുരിങ്ങാക്കോലുണ്ടോ എന്നാൽ അവർ വെട്ടി കൊണ്ടേക്ക് പറയാം.
വെറുതെ കൊടുക്കും ഞാനിങ്ങനെ ചോദിക്കുന്നവർക്ക് സഹായം. അപ്പോൾ അതാണ്. നിങ്ങൾ ഇതേമാതിരി കാട്ടലുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണേ. എന്തൊരു വെയിലിൻ്റെ ചൂടെന്നറിയോ, ഭയങ്കര വെയിലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കല്ലേ, അതൊന്നും ഇങ്ങനെ അടിക്കുക, അതിൻ്റെ അടുത്ത് ഓൾ എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ അങ്ങനെ വന്നോളൂ നിങ്ങൾക്ക് വീഡിയോ. സത്യമായിട്ടു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പറ്റുള്ളൂ എന്തേ, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് മുരിങ്ങക്കായ് വേണമെങ്കിൽ കൊടുന്നും തരാം. ഇഷ്ടംമാതിരി പറിച്ചാനാണ്. അത് അവിടെ ഒരു മരത്തിന് ലാസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഈ സൈഡിൽ കൂടി കാണാം പറിച്ചാനാണ്. അതിന്മേൽ കയറണം, കുറച്ചാണ് കയറണം. കയറി ഇവിടെ പൊട്ടിച്ചാടിയ ആരും കാണൂലല്ലോ തന്നെ. അപ്പം അത് കാരണം ഞാനെന്തായി ഉണ്ടാക്കുക. അപ്പോൾ മുരിങ്ങാക്കോല് ഇഷ്ടം അല്ലേ, നല്ലതാണ്. ഇതിൻ്റെ കുരു പാലിലടിച്ച് കുടിക്കണം. എന്താണെന്നറിയോ, വയറുവേന അവിടെ ക്കും. പിഞ്ച് സാധനം അതിൻ്റെ എന്താണെന്നറിയാം, പൊട്ടിച്ചങ്ങനെ ടുക്ക് ടുക്ക് പറഞ്ഞു വരിക. അങ്ങനെ പൊട്ടിച്ചാൽ നമുക്ക് കൈകൊണ്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ. മൂത്ത വരില്ല, ചതയ ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളോട് പറയാൻ എന്താണ്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്താ അറിയോ, എത്ര ബുദ്ധിമുട്ടല്ലേ ഞങ്ങളൊക്കെ ഞങ്ങൾ കയ്യൊക്കെ കഴിക്കണത്. പച്ച കളറായി കുറേ വരണ്ടിക്കണത് ഞാനേ. അപ്പോൾ കുറേ വരണ്ടി വേറെ പെട്ടിയിലാക്കിയപ്പോഴാണ് ഓർമ്മയത്. അടാ ഇന്നിപ്പോൾ ഒരു വീഡിയോ ഇടാനില്ലല്ലോ, അപ്പം ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടാം എന്ന് വിചാരിച്ചു. ഏതാണ്ട് ഇതിപ്പോൾ ഇനി എത്ര കാലം ചേരണ്ടാണ്ട്. നിങ്ങൾക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ, ഉണ്ടാവില്ലേ? ഇതൊക്കെ എന്താണ് ഇത് വീഡിയോ? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അങ്ങനെ നമ്മളത് ഈ സാധനം അധികം ഉണ്ടെങ്കിൽ, ഇത് തിന്നുന്ന ആൾക്കാർ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേമാതിരി ഒരു പാത്രത്തിൽ ഇട്ടച്ച അവിടെ കടന്നോളും. ഫ്രീസറിൽ വെക്കണം എന്നുള്ളൂ. എന്നാൽ ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം, ആരെങ്കിലും ചോദിച്ചുമ്പോൾ കൊടുക്കുകയും ചെയ്യാം. ആരെങ്കിലും ഇടാ കുറച്ച് മുരിങ്ങക്കായും കൊണ്ടുവരാ, ഇല കൊണ്ടുവരാ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കടന്നോളും. മുരിങ്ങൻ്റെ ഇലയും പാത്താക്കാൻ പറ്റും കേട്ടോ. പിന്നെ അടുത്ത് മുരിങ്ങൻ്റെ ഇല ഉണങ്ങിയത് പൊടിച്ചാനുള്ളത് ഒരുപാടുണ്ട്. അത് തിളക്കണ വെള്ളത്തിലിട്ട് ഒന്നിങ്ങനെ തിളപ്പിച്ചിട്ട് കുടിച്ചാൽ ഷുഗർ കൊളസ്ട്രോളൊക്കെ നിയന്ത്രണത്തിലുണ്ടാവുമെന്നാണ് പറയണത്. നല്ല സാധനമാണ്. ഇവിടെ ഇങ്ങനെ പൊടിച്ച് വെച്ചിരിക്കണം. അപ്പോൾ അത് അവിടെ കട്ടെ, ആ കാര്യം ഇലൻ്റെ കാര്യം അവിടെ കട്ടെ. ഈ മുരിങ്ങക്കായ് കണ്ടില്ലേ, ഇതേമാതിരി നമ്മൾ ചുരണ്ടി ഇതേമാതിരി പെട്ടിയിലാക്കിയിട്ട് എടുത്ത് വെച്ചാൽ നല്ലതാണ് എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. പക്ഷെ ഇതിൻ്റെ ഗുണങ്ങൾ എന്നേലും കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് അതിൻ്റെ ഗുണങ്ങൾ ഞാനിപ്പോൾ പറയുന്നില്ല. നമ്മളെ കാര്യം ഇതാണ്, അടിപൊളി കായ്കൾ ഇങ്ങനെ എടുത്ത് സെറ്റാക്കി വെക്കാം. അപ്പോൾ ഇത്രയും ഇനിയും ഉണ്ട്. അപ്പോൾ പ്രിയമുള്ള ചങ്കളോട് പറയണേ, ഇനി പറിക്കാൻ വേറെയുണ്ട്. ഇതിപ്പോൾ ഒരു മാസത്തിന് മുന്നേ പറിച്ചുള്ളൂ. ഇനി ഇവിടെ 4-5 മരങ്ങളും ഉണ്ട്. അപ്പോൾ എന്നാണ് പറയുന്നത് വെച്ചാൽ, പ്രിയമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചങ്കാളാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഞാൻ ഇപ്പോൾ ഒഴിവാക്കേണ്ടി വരുന്നുണ്ട്. കുറേ 2 പെട്ടിയായിപ്പോൾ. ഇല്ലെങ്കിൽ ഞാൻ തീർന്നോട്ടെ അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പം നിങ്ങൾ ലൈക്ക് അടിക്കണം കേട്ടോ. നിങ്ങളെ വിവരങ്ങൾ ഇത് അറിയിക്കണം കേട്ടോ. മുരിങ്ങക്കായ ഇഷ്ടം അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന്. ചങ്കളെ അടിപൊളി കായാണ്. കഴിക്കാലും. അപ്പോൾ എല്ലാവരോടും പറയുന്നു, ഒരിക്കൽ കൂടി പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അടുത്തുള്ള അടുത്തുള്ള മണി ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. അതുപോലെ എന്താ പറയുക, അടുത്തുള്ളവർക്ക് ഷെയർ ആക്കുക കേട്ടോ. ലൈക്ക് അടിക്കേ.
അപ്പോൾ പറഞ്ഞ മാതിരി നമ്മളെ വീഡിയോ നിർത്തട്ടെ. കഴിഞ്ഞില്ല, കയ്യോളം നിൽക്കാൻ നിങ്ങൾക്ക് അറിയില്ലല്ലോ.